ജൂൺ 4 18ാം ലോക്സഭയിലേക്കുള്ള ഇലക്ഷൻ കഴിഞ്ഞ് റിസൾട്ട് വരുന്ന ദിവസം ഇന്ത്യയിലെ കോടിക്കണക്കിന് സമ്മതിദായകർ അവരുടെ വോട്ടവകാശം വിനിയോഗിച്ച് ഈ റിസൾട്ടിനായി കാത്തിരിക്കുകയാണ്. ഇന്ത്യ ആര് ഭരിക്കും എന്നുള്ള സുപ്രധാന തീരുമാനം ഈ ലോക്സഭ ഇലക്ഷൻ്റെ റിസൾട്ടിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാം. ലോക്സഭയിലെ കേവല ഭൂരിപക്ഷമായിട്ടുള്ള 272 എന്നുള്ള മാജിക് നമ്പർ ഏത് പൊളിറ്റിക്കൽ പാർട്ടിക്കാണ് നേടാൻ സാധിക്കുക? കാരണം അവരായിരിക്കും ഗവൺമെൻറ് ഫോം ചെയ്യുക. ഈ സാഹചര്യത്തിൽ നമ്മുടെ പാർലമെൻറ്റ് സിസ്റ്റത്തിനെ പറ്റിയും ലോക്സഭയെ പറ്റിയും ഒരു ചെറിയൊരു എത്തിനോട്ടം നമുക്ക് നോക്കാം. ഇന്ത്യക്ക് ഇൻഡിപെൻഡൻസിന് കിട്ടിയതിന് ശേഷമുള്ള കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിൽ ഇന്ത്യയിൽ ഏത് ഫോം ഓഫ് ഗവൺമെൻറ് വേണമെന്നുള്ള ചോദ്യമുണ്ടായപ്പം നമ്മുടെ മുമ്പിൽ 2 ഓപ്ഷൻസാണ് ഉണ്ടായിരുന്നത്. ഒന്ന്, ബ്രിട്ടൻ്റെ പോലെ ഒരു പാർലമെൻറ്റ് സിസ്റ്റം. 2, അമേരിക്കയിലെ പോലെ ഒരു പ്രസിഡൻഷ്യൽ സിസ്റ്റം. ഇതിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഓപ്റ്റ് ചെയ്തത് ബ്രിട്ടൻ്റെ പാർലമെൻറ്റ് സിസ്റ്റമായിരുന്നു. കാരണം അതിനോടാണ് നമുക്ക് കൂടുതൽ അടുപ്പമുണ്ടായിരുന്നത്. പക്ഷേ ബ്രിട്ടനിൽ ഹൗസ് ഓഫ് കോമൺസ് ഉള്ളതുപോലെ അവിടെ ഹൗസ് ഓഫ് ലോർഡ്സ് കൂടി ഉണ്ടല്ലോ. നമ്മൾ എങ്ങനെയാണ് 2 ഹൗസ് ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്നത്? ഹൗസ് ഓഫ് കോമൺസിന് സിമിലറായിട്ട് നമ്മൾ ഹൗസ് ഓഫ് പീപ്പിൾ എന്നുള്ള രീതിയിൽ ലോക്സഭ എന്നൊരു ബോഡീനെ ക്രിയേറ്റ് ചെയ്യുന്നു. രണ്ടാമതായിട്ട് ഹൗസ് ഓഫ് ലോർഡ്സിന് പകരമായിട്ട് അമേരിക്കൻ സിസ്റ്റത്തിൽ നിന്നും ഇൻഫ്ലുവൻസ്ഡ് ആയിട്ട് സംസ്ഥാനങ്ങളുടെ റെപ്രസെൻറ്റേഷൻ എൻഷുർ ചെയ്യുന്ന രാജ്യസഭ അഥവാ കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്സ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നു. അങ്ങനെ ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ 2 ഇമ്പോർട്ടൻ്റ് ഹൗസുകളാണ് ലോക്സഭയും രാജ്യസഭയും എന്ന് പറയുന്നത്. ലോക്സഭ എന്ന് പറയുന്നത് ജനങ്ങൾ നേരിട്ട് തിരഞ്ഞെടുക്കുന്ന മെമ്പേഴ്സാണുള്ളതെങ്കിൽ കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്സിൽ സംസ്ഥാനങ്ങളുടെ റെപ്രസെൻറ്റേഷൻ എന്നുള്ള രീതിയിൽ സംസ്ഥാനങ്ങളിലെ MLAമാരെ തിരഞ്ഞെടുക്കുന്ന മെമ്പേഴ്സാണ് രാജ്യസഭയിലേക്കുള്ളത്. ഇപ്പോൾ ഈ 18ാം ലോക്സഭയുടെ ഇലക്ഷൻ വരുമ്പോഴത്തേക്കും എങ്ങനെയാണ് ലോക്സഭയുടെ സ്ട്രക്ചർ എന്ന് നമുക്കൊന്ന് ആലോചിക്കാം. ഇന്ത്യയിലെ മുഴുവൻ സംസ്ഥാനങ്ങളെയും അതുപോലെ യൂണിയൻ ടെറിട്ടറിനെയും പല പല കോൺസ്റ്റിറ്റ്യുവൻസീസ് ആയിട്ട് ഡിവൈഡ് ചെയ്ത് ഓരോ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ നിന്നും അവിടുത്തെ ജനങ്ങൾ നേരിട്ട് തിരഞ്ഞെടുക്കുന്നവരാണ് ഇന്ത്യയിലെ ലോക്സഭയിലെ മെമ്പേഴ്സ് എന്ന് പറയുന്നത്. അതായത് ഈ 543 മെമ്പേഴ്സിനെയും ഇന്ത്യയിലെ ജനങ്ങൾ നേരിട്ട് തിരഞ്ഞെടുക്കുകയാണ്. 543 മെമ്പേഴ്സുള്ള ലോക്സഭയാണ് ഇന്ത്യ ആര് ഭരിക്കണമെന്നുള്ള സുപ്രധാന തീരുമാനമെടുക്കുന്നത്. ഈ 543-ൽ 272 എന്ന് പറയുന്ന മാജിക് നമ്പർ കിട്ടുന്ന ഏത് പൊളിറ്റിക്കൽ പാർട്ടിക്കോ അല്ലെങ്കിൽ കോalitionനോ ഗവൺമെൻറ് ഫോം ചെയ്യാനായിട്ട് സാധിക്കുന്നതായിരിക്കും. ആര് ഗവൺമെൻറ് ഫോം ചെയ്യുന്നു എന്നുള്ളത് മാത്രമല്ല, ആര് അധികാരത്തിൽ തുടരണം എന്നുള്ളതും ലോക്സഭയ്ക്ക് തന്നെയാണ് തീരുമാനിക്കാൻ സാധിക്കുന്നത്. ഏതെങ്കിലും ഒരു ഗവൺമെൻറ്റിന് ലോക്സഭയുടെ നഷ്ടം അല്ലെങ്കിൽ വിശ്വാസം നഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ആ ഗവൺമെൻറ് താഴെ ഇറങ്ങേണ്ടതായിട്ട് വരും. ഒരു അവിശ്വാസ പ്രമേയം അല്ലെങ്കിൽ ഒരു നോ കോൺഫിഡൻസ് മോഷൻ ഗവൺമെൻറ്റിനെതിരെ പാസ്സാവുകയാണെങ്കിൽ ഗവൺമെൻറ് കൃത്യമായിട്ട് രാജിവെക്കേണ്ടതായിട്ട് വരും. അതായത് ആരധികാരത്തിൽ വരുന്നു, ആരധികാരത്തിൽ കണ്ടിന്യൂ ചെയ്യുന്നു എന്നുള്ള സുപ്രധാന തീരുമാനമെടുക്കുന്നത് ലോക്സഭയാണ്. ഇത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പവേഴ്സാണ് നമ്മുടെ പാർലമെൻറ്റ് സിസ്റ്റത്തിൽ നമ്മൾ ലോക്സഭയ്ക്ക് എൻഷുർ ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ലോക്സഭ ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷം ഒരു പൊളിറ്റിക്കൽ പാർട്ടിക്ക് പോലും കൃത്യമായിട്ടുള്ള ഭൂരിപക്ഷം നേടാൻ സാധിച്ചില്ലെങ്കിലോ, അതായത് ഈ 543 272 എന്ന് പറയുന്ന മാജിക് നമ്പർ ഒരു പൊളിറ്റിക്കൽ പാർട്ടിക്കും അല്ലെങ്കിൽ ഒരു കോalitionനും നേടാൻ സാധിച്ചില്ല. അത്തരം സാഹചര്യങ്ങളിൽ നമ്മളിതിനെ ഒരു ഹങ് അസംബ്ലി ആയിട്ടാണ് കാണുന്നത്. അതായത് ആർക്കും കേവല ഭൂരിപക്ഷമില്ല. അപ്പോൾ ആരായിരിക്കും ഗവൺമെൻറ് ഫോം ചെയ്യുക? ഏറ്റവും വലിയ ഒറ്റകക്ഷി അല്ലെങ്കിൽ കോalition അവർക്ക് ഭൂരിപക്ഷം ഇല്ലെങ്കിൽ കൂടിയും പ്രസിഡൻ്റ് അടുത്ത് ഞങ്ങൾക്ക് ഗവൺമെൻറ് ഉണ്ടാക്കാൻ സാധിക്കും എന്നുള്ള അവകാശവാദം ഉന്നയിച്ചു കഴിഞ്ഞാൽ പ്രസിഡൻ്റ് അവരെ ഗവൺമെൻറ് ഉണ്ടാക്കാൻ വിളിക്കുന്നതായിരിക്കും. പക്ഷേ ഗവൺമെൻറ് ഉണ്ടാക്കി ഒരു നിശ്ചിത കാലയളവിനുള്ളിൽ അവർക്ക് ലോക്സഭയുടെ കോൺഫിഡൻസ് ഉണ്ട് എന്നുള്ളതിന് വേണ്ടി ഒരു കോൺഫിഡൻസ് മോഷൻ പാസ്സാക്കി എടുക്കേണ്ടതാണ്. അങ്ങനെ കോൺഫിഡൻസ് മോഷൻ പാസ്സായാൽ മാത്രമാണ് അവർക്ക് അധികാരത്തിൽ കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്നത്. 18ാം പാർലമെൻറ്റിലെ ഇലക്ഷൻ്റെ റിസൾട്ട് വന്നിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നത് 290 മുകളിൽ സീറ്റുകൾ നേടിക്കൊണ്ട് NDA അധികാരത്തിലേക്ക് വരുമെന്നാണ്. ഇനി അടുത്തതായിട്ട് NDAയുടെ പാർലമെൻ്ററി മീറ്റിംഗ് നടക്കും. അതായത് ഇത്തവണ ഇലക്ഷനിൽ ജയിച്ച NDAയുടെ പാർലമെൻ്ററി മെമ്പേഴ്സ് എല്ലാവരും കൂടെ ചേർന്നിരുന്നത് അവരുടെ ലീഡറിനെ തിരഞ്ഞെടുക്കും. NDA ഇലക്ഷന് മുമ്പ് തന്നെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് മുന്നോട്ട് വെച്ച് നരേന്ദ്രമോദിനെ തന്നെയായിരിക്കും ഈ പാർലമെൻ്ററി മീറ്റിംഗിൽ അവർ തിരഞ്ഞെടുക്കാൻ സാധ്യത. അങ്ങനെയാണെങ്കിൽ ഇന്ത്യയുടെ അടുത്ത പ്രധാനമന്ത്രി എന്ന് പറയുന്നത് 3ാം ഊഴത്തിൽ വീണ്ടും നരേന്ദ്രമോദി തന്നെയായിരിക്കും. 18ാം ലോക്സഭയുടെ റിസൾട്ട് വന്നിരിക്കുന്ന ഈ സാഹചര്യത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സുപ്രധാന കാര്യമുണ്ട്. അധികാരം ജനങ്ങളിൽ തന്നെയാണ്. ഇന്ത്യയിലെ ഓരോ പൗരന്മാരും അവരുടെ സമ്മതിദാനാവകാശം കൃത്യമായി നിർവഹിക്കുമ്പോഴത്തേക്കാണ് ഒരു ജനാധിപത്യം അവിടെ പൂർണ്ണമാകുന്നത്. ഇന്ത്യൻ പൊളിറ്റിക്കൽ സിസ്റ്റത്തെ പറ്റിയുള്ള ഇത്തരം രസകരമായുള്ള വീഡിയോസും അതുപോലെ ഡിസ്കഷൻസും വീണ്ടും നമ്മുടെ ചാനലിൽ കാണാം. അതിൽ എല്ലാവർക്കും നന്ദി.